ജോയ് സെബാസ്റ്റ്യൻ ആണ് ഞാൻ. ചേർത്തലയിൽ ടെക്ജൻഷ്യ സോഫ്റ്റ്വെയർ ടെക്നോളജീസിൻ്റെ CEO ആണ്. ഇന്ന് മവാസോ എന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിൽ പങ്കെടുത്തു. ശരിക്കും കാലത്തിന് അനുസൃതമായിട്ട് യുവജന സംഘടനകൾ എങ്ങനെയാണ് മാറേണ്ടത് എന്നതിന് ഒരു നല്ല ഉദാഹരണമാണ് ഇന്നിവിടെ കണ്ടത്. ഡിവൈഎഫ്ഐ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ പോലുള്ള ഏത് സംഘടനയും ഏറ്റെടുക്കേണ്ട ഒരു പ്രവർത്തനമാണെന്ന് ഞാൻ കരുതുന്നു ഇന്നത്തെ കാലത്ത്. കാരണം നമ്മളെപ്പോഴും അനുഭവിക്കുന്ന ഒരു പ്രോബ്ലം കേരളത്തിൽ തൊഴിൽ സംരംഭങ്ങൾ കുറവാണ് എന്നുള്ളതും തൊഴിൽ എടുക്കാൻ ആളെ കിട്ടുന്നില്ല എന്നൊക്കെയുള്ള വലിയ പ്രതിസന്ധി നമ്മളെപ്പോഴും വിളിച്ചു പറയുമ്പോഴും അതിന് സൊല്യൂഷൻസ് എവിടെ നിന്നാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ അത് പലപ്പോഴും മറ്റാരുടെയോ ജോലിയായി നമ്മൾ ഏറ്റെടുക്കാറുണ്ടായിരുന്നു. ഇന്ന് ഒരു യുവജന സംഘടന ഇങ്ങനൊരു പരിപാടി ഏറ്റെടുത്തത് ഒരു വലിയ ഇനിഷ്യേറ്റീവാണ്. കേരളത്തിന് ഈ സമയത്ത് ഉണ്ടാവേണ്ട ഒരു വലിയ ഇനിഷ്യേറ്റീവ് നടന്നിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഇവിടെ വരുമ്പോൾ പാരലായിട്ട് പല സ്റ്റേജുകളിൽ ഓരോ യുവാക്കളും അവരുടെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളെപ്പറ്റി സംസാരിക്കുന്നു. അവർ പലരുടെ മുന്നിൽ അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇത് അവർക്ക് പുതിയ വാതായനങ്ങൾ തുറക്കും, അവരുടെ സംരംഭത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഊർജവുമാവും. അതാണ് എനിക്ക് ബേസിക്കലി ഇതിനെപ്പറ്റി പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇന്നിവിടെ പങ്കെടുത്തപ്പോൾ ഇന്ന് സമൂഹത്തിലെ യുവാക്കൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രധാനമായിട്ട് താങ്കൾ പറഞ്ഞതുപോലെ തൊഴിൽ രംഗത്ത് അതിന് വലിയൊരു ആശ്വാസമായി ഈ 2 ദിവസം അവർക്ക് സാധ്യമാകും എന്ന് കരുതാൻ കഴിയുമോ? ഡിവൈഎഫ്ഐ ഇന്ന് മുൻപോട്ട് വെച്ച ഈ ഒരു ആശയങ്ങൾ പരസ്പരം കൈമാറുക എന്ന് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം. അത് ഒരു 100 അല്ലെ പരമാവധി വിജയത്തിൽ എത്തിക്കാൻ സാധിക്കും എന്ന് തന്നെയാണോ കരുതുന്നത്? എനിക്ക് തോന്നുന്നു ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇതൊന്നും അടുത്ത മാസമോ അടുത്ത വർഷമോ ഒന്നും ഔട്ട്പുട്ട് ഉണ്ടാക്കുന്ന സംഗതികളല്ല. ഭാവിയിലേക്ക് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇതുപോലുള്ള സംഗതികളെന്നാണ് ഞാൻ കരുതുന്നത്. അത് ഇന്നത്തേക്കോ നാളത്തേക്കോ വേണ്ടിയുള്ളതല്ല. ഭാവി തലമുറ അല്ലെങ്കിൽ ഭാവി കേരളം എങ്ങനെയാണെന്ന് ഡിഫൈൻ ചെയ്യപ്പെടുന്നതിൽ ഒരു ഇനിഷ്യൽ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. ഇത് എല്ലാവരും പിന്തുടരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ ബഹുജന അടിത്തറയുള്ള സംഘടനകളുടെ എല്ലാം പ്രവർത്തനങ്ങളിൽ ഒരു പ്രധാന പങ്ക് അല്ലെങ്കിൽ പ്രധാന റോളായി മാറേണ്ട ഒരു സംഗതിയാണ് ഇത്. നമ്മൾ കേരളത്തിലെ യുവാക്കൾക്കൊരു ആശ നൽകേണ്ടതുണ്ട്, പ്രതീക്ഷ നൽകേണ്ടതുണ്ട്. ഇനി വരുന്ന കുട്ടികൾക്ക് ഇവിടെ എന്തൊക്കെയോ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ വരുത്തി തീർത്താലാണ് അവരെ ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റുക. അതിനുള്ള ഒരു ചവിട്ടുപടിയായിട്ട് ഞാനിതിനെ കാണുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസമോ ഒരു വർഷമോ കൊണ്ട് റിസൾട്ട് ഉണ്ടാകുന്ന സംഗതികളൊന്നും ആയിരിക്കില്ല ഇവിടെ സംഭവിക്കുക. ചിലപ്പോൾ ലോകത്തിന് മുന്നിൽ ഉയർത്തി കാണിക്കാവുന്ന ചില സ്റ്റാർട്ടപ്പ് ആശയങ്ങളുടെ അവതരണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.